ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചന ചിന്തകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ് എന്ന് പറയുന്ന പഴയ നിയമകാലത്തെ ഏറ്റവും അറിയപ്പെടുന്ന പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ, പ്രവചന പുസ്തകത്തിൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ സമൂഹം ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും വ്യക്തികളുടെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ചൊക്കെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ സംസാരിച്ചതിന് ശേഷം 6-ാമത്തെ അധ്യായത്തിൽ നാം യെശയ്യാവ് ദൈവത്തെ കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ഒരു പ്രവാചകനായ യെശയ്യാവ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, തനിക്ക് ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകളിൽ നിന്ന്, ദൈവം തന്നോട് സംസാരിച്ച കാര്യങ്ങൾ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ യെശയ്യാവ് വാസ്തവമായി മറ്റുള്ള വ്യക്തികളുടെ കുറവുകൾ, മറ്റുള്ളവരുടെ അപാകതകളാണ് യെശയ്യാവ് മനസ്സിലാക്കുന്നത്. പ്രവാചകൻ എന്ന നിലയിൽ യെശയ്യാവ് താൻ നന്നായി ജീവിക്കുന്നു, അല്ലെങ്കിൽ നല്ല പ്രവാചകനാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്ന വ്യക്തിയാണെന്നുള്ള ആ ഒരു അഹംഭാവത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒക്കെയാണ്, തൻ്റെ ആ കോൺഫിഡൻസോടു കൂടിയാണ് താൻ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ജനത്തിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ 6-ാമത്തെ അധ്യായത്തിൽ യെശയ്യാവ് ദൈവത്തെ കാണുമ്പോൾ, അതുവരെ ദൈവത്തിൽ നിന്ന് എനിക്ക് അരുളപ്പാടുകൾ ലഭിച്ചു, മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു, വ്യക്തികളോട് പറഞ്ഞു. എന്നാൽ യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, താൻ പാപിയായൊരു മനുഷ്യനാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരം നിറച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തെ കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, താൻ പാപിയാണ്, തൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, തൻ്റെ അപാകതകളെ യെശയ്യാവിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നും നാം എപ്പോഴും മറ്റുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഭാഗമൊക്കെ റൈറ്റാണ്, മറ്റുള്ളവരാണ് കുറ്റക്കാരെന്ന് പൊതുവെ പറയുന്ന ഒരു ശീലം നമ്മൾ കണ്ടുവരാറുണ്ട്. നാം വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും ആദ്യമുള്ള ആ ആദ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു വ്യക്തിയുടെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളുടെ കുറവുകളോ നല്ലതോ ഒക്കെ വശങ്ങളായിരിക്കും. പൊതുവേ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ കുറവുകൾ, കുറ്റങ്ങൾ കണ്ടെത്തുക, പറയുക എന്നുള്ളത്. എന്നാൽ അവനവൻ്റെ കുറവുകളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ വാസ്തവമായി നമ്മൾ നോക്കുന്ന ആ കണ്ണാടി, അത് ഏറ്റവും ശ്രേഷ്ഠമായ ദൈവികമായ ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ മാത്രമേ നമ്മുടെ കുറവുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്. അവിടെ പരീശനും ചുങ്കക്കാരനുമായ 2 വ്യക്തികൾ ദേവാലയത്തിലേക്ക് പോയിട്ട് പരീശൻ പറയുകയാണ്, ഞാൻ അറക്കപ്പെട്ടവർ, അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന വ്യക്തികൾ, വ്യഭിചാരികൾ, അങ്ങനെ ദോഷം ചെയ്യുന്ന വ്യക്തികളെ പോലെയല്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്, 12-ാം അധ്യായത്തിൽ. അങ്ങനെയുള്ള വ്യക്തികളെ പോലെയല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല. ഞാൻ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്നതിൻ്റെയൊക്കെയും 10-1 ദൈവത്തിനു വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ താൻ ചെയ്തത് അവിടെ പരീശൻ പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരനായ വ്യക്തിക്ക് വാസ്തവമായിട്ട് അറിയാം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ യോഗ്യനല്ല, തന്നിലെ കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ ടാക്സ് കളക്ടറായ വ്യക്തി നിയമപരമായി തനിക്ക് ലഭിക്കേണ്ട, അല്ലെങ്കിൽ താൻ ചുമത്തേണ്ടതിനേക്കാൾ അധികം വാങ്ങുന്നുണ്ട്, താൻ തെറ്റായി ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ബോധ്യമുള്ള വ്യക്തി പറയുകയാണ്, സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ കഴിവില്ലാതെ മാറത്ത് അടിച്ചുകൊണ്ട് താൻ നിലവിളിച്ച് കരയുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം വാസ്തവമായും ആ പ്രാർത്ഥന സ്വീകരിക്കുന്നത് ഈ ചുങ്കക്കാരനായ വ്യക്തിയുടേതാണ്. അപ്പോൾ തന്നെക്കുറിച്ച്, തൻ്റെ കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ള ആ വ്യക്തി പറയുന്നത് അവിടെ ദൈവം അംഗീകരിക്കുന്നത് കാണുന്നുണ്ട്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പോലെ
മറ്റുള്ള വ്യക്തികളുടെ കുറവുകളെ നോക്കുന്നവരായിട്ടല്ല, നമ്മുടെ കുറവുകളെ അപാകതകളെ പരിഹരിക്കുന്നവരും നമ്മളത് മനസ്സിലാക്കുന്നവരുമായി തീരണമേ എന്ന് ഓർപ്പിക്കുകയാണ്. എൻ്റെ ജീവിതയാത്രയിൽ ഞാനിന്ന് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലാണല്ലോ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഫേസ്ബുക്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ആർക്കെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നല്ല, ഒരുപക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ കഴിയാതെ ഉള്ള സന്ദർഭങ്ങളിലൊക്കെ അപാകതകൾ വന്നു പോയിട്ടുണ്ടാവും. ദയവായി അതും ക്ഷമിക്കണമേ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നമ്മുടെയും ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടത് ആവശ്യമല്ലേ. യെശയ്യാവും ചെയ്തതൊരു കാര്യം ഇങ്ങനെയാണ്. താൻ വാസ്തവമായ ദൈവത്തെ കണ്ടപ്പോൾ തൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാനും അത് ഏറ്റുപറയുവാനും ഇടയായിത്തീർന്നു. അവിടെ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്. ആ യെശയ്യാവ് പറയുന്നത് ആ നാവിനെ കുറിച്ചാണ് പറയുന്നത്. നാവ് ഏറ്റവും ദോഷമുള്ള വസ്തുവാണ് എന്ന് യെശയ്യാവ് അവിടെ പറയുകയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്, നാവ് എന്ന് പറയുന്നത് ആർക്കും അടക്കുവാൻ കഴിയുന്നതല്ല, നാവിനെ അടക്കുന്നവൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന ചില വാക്യങ്ങൾ യാക്കോബിന്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ നാവ് കൊണ്ട് പാപം ചെയ്യുന്നത് ആണ് ഒരു പാപമായി യെശയ്യാവ് രണ്ടാമതായി ഇവിടെ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നാവ് കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നത് പറയുമ്പോൾ തന്നെ നാവ് കൊണ്ട് പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ നാവ് കൊണ്ട് പറയുന്നതിന് മുന്നമേ നമ്മുടെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ നമ്മൾ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ആ തെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതും യെശയ്യാവ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. നാവില് അവിടെ അതിന്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് യെശയ്യാവ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. മറ്റൊരു കാര്യം, മൂന്നാമതായ ഒരു കാര്യം യെശയ്യാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് 6-ാമത്തെ അധ്യായത്തിൽ ആരെ ഞാൻ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ യെശയ്യാവ് തന്നെ സമർപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളോട് പറയുന്നതെന്ന്. ഞങ്ങളുടെയൊക്കെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് രക്ഷകനായ യേശുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും സാധിച്ചപ്പോൾ ഞങ്ങളുടെ കുറവുകളെ, ഞങ്ങളുടെ അപാകതകളെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ പാപത്തെ പരിഹരിപ്പാൻ കർത്താവ് ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട്, ഞങ്ങളുടെ പാപത്തെ ക്ഷമിച്ചതുകൊണ്ട് അത് മറ്റുള്ള വ്യക്തികളോട് പറയേണ്ട ഉത്തരവാദിത്വവും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് മറ്റുള്ള വ്യക്തികളോട് യേശുവിനെക്കുറിച്ച് പറയാനുള്ള ഉത്തരവാദിത്വം കൂടെയുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അത്തരത്തിൽ ചെയ്യുവാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോധ്യം കൂടെ യെശയ്യാവിന്റെ പുസ്തകത്തിലൂടെ, ഈ പ്രവാചന പുസ്തകത്തിലൂടെ യെശയ്യാവ് പറയുകയാണ്, ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ യെശയ്യാവ് തന്നെ സമർപ്പിക്കുകയാണ്. ഞാൻ പോകാം എന്ന് പറയുന്ന യെശയ്യാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വാസ്തവമായ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ട് ഇന്നും അത് മറ്റൊരു വ്യക്തിയോട് പറയുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും യെശയ്യാവ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിന് വേണ്ടി പോകാൻ തയ്യാറാണെന്ന് പറയുവാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരട്ടെ. ഈ 3 കാര്യങ്ങളാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, അവനവന്റെ കുറവുകളെ മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ അപാകതകൾ മനസ്സിലാക്കുവാനും അത് പറയുവാനൊക്കെ വളരെ ആഗ്രഹമുള്ള, വെമ്പൽ കൊള്ളുന്ന വ്യക്തികളാണ്. എന്നാൽ സ്വന്തം കുറവുകളെ, അപാകതകളെ മനസ്സിലാക്കുമ്പോൾ അത് പരിഹരിക്കുമ്പോഴാണ് വാസ്തവമായ വ്യക്തി ഏറ്റവും നല്ല വ്യക്തിത്വമായി തീരുവാനും സമൂഹത്തിനും ദൈവത്തിന്റെ നാമത്തിനുമൊക്കെ പ്രയോജനമുള്ളവരായി തീരുവാനായിട്ടും സാധ്യമാകുന്നത്. രണ്ടാമതായി, നാവ് കൊണ്ടാണ് ഒരു പരിധിവരെയൊക്കെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത്. നാവിനെ സൂക്ഷിക്കുവാനായിട്ട് സാധ്യമാകട്ടെ. മൂന്നാമതായി, കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി നിൽക്കുവാൻ ആവോളം സാധ്യമാക്കുകയും മറ്റുള്ളവരെ ഈ ദൈവിക സന്ദേശത്തിലേക്ക് നയിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരട്ടെ. ഒരുപക്ഷെ ആദ്യമായി ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് എല്ലായിടത്തു നിന്നും ഇങ്ങനെ ഈ ദൈവവചനങ്ങൾ ആളുകൾ പറയുന്നതെന്ന്. അത് പറയുന്നതിന്റെ ഉദ്ദേശം എത്രമാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷവും സമാധാനവും മറ്റൊരാളോട് പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മോണിറ്ററി ബെനഫിറ്റ് ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ, നിരാശയോടെ, ഭാരത്തോടെ, നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഭാരങ്ങൾ, ഏതെങ്കിലും പാപത്തിന്റെ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളിൽ നിന്ന് പരിഹരിക്കാൻ കഴിയുന്നത് അകൃത്യമില്ലാത്ത, പാപമില്ലാത്ത യേശുക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്തെങ്കിൽ തീർച്ചയായും
നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം നൽകുവാൻ യേശുക്രിസ്തുവിനാൽ കഴിയും. അതുകൊണ്ട് ഈ ദൈവിക സമാധാനത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.